ക്രൂശിതനോടൊപ്പം. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, അഷ്ടസൗഭാഗ്യങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ശലോം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് ശലോം. ദൈവം തന്നെയാണ് ശലോം. ദൈവമുള്ളിടത്ത് സമാധാനമുണ്ട്, സമാധാനമുള്ളിടത്ത് ദൈവമുണ്ട്. ഈ സമാധാനം ഈശോ നമ്മെ പഠിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എന്നാൽ അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം. ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല. ആ സമാധാനം ദൈവികമായ സമാധാനമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനമാണ്. സ്നേഹമുള്ളവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സർവ്വമതങ്ങളെയും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചു. പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ മതങ്ങളും മാർപ്പാപ്പയുടെ ക്ഷണം സ്വീകരിച്ച് വരാൻ സമ്മതിച്ചു. ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും ഇസ്ലാമും. പക്ഷെ റോമിൽ വരാൻ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. മാർപ്പാപ്പ പറഞ്ഞു, ഏത് സ്ഥലമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അവർ പറഞ്ഞു, അസീസി. അസീസിയിലാണ് സർവ്വമതങ്ങളും ഒന്നിച്ച് സമ്മേളിച്ചത്. മാർപ്പാപ്പ വത്തിക്കാനിൽ നിന്ന് അസീസിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഏത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് എന്ന് മാർപ്പാപ്പ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഫ്രാൻസിസിൻ്റെ സമാധാന പ്രാർത്ഥന. ദൈവമേ, നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി എന്നെ നീ മാറ്റണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം വിതയ്ക്കാൻ, അഹങ്കാരമുള്ളിടത്ത് വിനയം വിതയ്ക്കാൻ, വിദ്വേഷമുള്ളിടത്ത് സൗഹൃദം വിതയ്ക്കാൻ. അസീസിലെ ഫ്രാൻസിസ് എപ്പോഴും സമാധാനത്തിൻ്റെ ഒരു ദൂതനായിരുന്നു. എന്താണ് സമാധാനം? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബന്ധങ്ങളുടെ ആധികാരികമായ ആഘോഷമാണ് സമാധാനം. എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ പാലിക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്. എൻ്റെ ഭാര്യയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ഞാൻ പുലർത്തുന്ന ഒരു ആധികാരികത. എൻ്റെ മക്കളുമായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ഞാൻ പുലർത്തുന്നൊരു നിഷ്കളങ്കതയുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, എൻ്റെ ഇടവകപ്പള്ളി, ഞാൻ ബന്ധങ്ങളിലെ പാലിക്കുന്ന പൂർണ്ണത, ബന്ധങ്ങളിലെ കാത്തുസൂക്ഷിക്കുന്ന ആധികാരികത, അതാണ് സമാധാനം. പലപ്പോഴും നമ്മൾ സമാധാനം കണ്ടെത്തുന്നത് സ്വത്തിലാണ്. മദ്യത്തിന് അടിമകളായിട്ടുള്ള പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുടിക്കുന്നത് ലക്ക് കിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് ലക്ക് വിടുമ്പോൾ ഞങ്ങൾ മറന്ന പ്രശ്നം കൂടുതൽ ഭീകരതയോടുകൂടെ ഞങ്ങളെ ആക്രമിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനത്തിലേക്ക് തീർത്ഥാടനം ചെയ്യാം. സമാധാനം സ്ഥാപിക്കാൻ ദൈവത്തിന് കീഴടങ്ങുക. ദൈവത്തിൻ്റെ കൈകളിൽ സമാധാനത്തിൻ്റെ ഉപകരണമാകാൻ നമ്മുടെ സഹോദരങ്ങളെ സ്വീകരിക്കുക. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മദർ തെരേസയ്ക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ ഞാൻ വിനീതയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ എത്രയോ ചെറുതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, നിൻ്റെ സമാധാനം ഈ ലോകത്തിലെ ഒരുപാട് ആവശ്യമുള്ള കാലഘട്ടമാണിത്. സമാധാനമില്ലാത്ത മനുഷ്യർ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സമാധാനമില്ലാത്ത രാഷ്ട്രങ്ങൾ, യുദ്ധവും കലവുമായി കഴിയുന്നവരെ ഞങ്ങളെ സമാധാനത്തിൻ്റെ ദൂതരാക്കാൻ ഈ നോമ്പുകാലത്ത് നീ ഞങ്ങളെ
ആധികാരികതയുള്ള ബന്ധങ്ങൾ പടുത്തുയർത്തുന്നവരാക്കാൻ പ്രാപ്തരാക്കണേ. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രൂശിതനോടൊപ്പം.